ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള എണ്ണയില്ലാത്ത 3 നേരത്തേക്കായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഹെൽത്തി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. രാഗിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം എടുത്തത് അത്ര തന്നെ രാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ രാഗിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് കുറച്ച് ശർക്കരപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് തേങ്ങയും ഏലക്കാപ്പൊടിയും അതിൽ മിക്സാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാണ്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് രാഗിപ്പൊടിൻ്റെ ആ ഒരു മിക്സ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പ്രസ്സിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതിയാവും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. എന്നിട്ട് ജസ്റ്റ് പകുതിയായിട്ട് ഇതുപോലെ മടക്കിയിട്ട് എൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഫില്ലിങ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാഗിയിലേക്ക് കൂടുതൽ ടേസ്റ്റ് ശർക്കര തന്നെയാവും. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റീമറിലാകുമ്പോൾ ഒന്നിച്ച് വേവിച്ചെടുക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് താഴെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. ഓൾറെഡി ജസ്റ്റ് രാഗിപ്പൊടിയൊക്കെ ഏകദേശം വെന്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ കൂടുതൽ ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ചൂടാറിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉള്ളിലെ ആ ഒരു തേങ്ങയുടെയും ശർക്കരയുടെ ഫില്ലിങ്സും പിന്നെ പുറം ഭാഗത്ത് രാഗിയുടെ ആ ഒരു ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.